ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതുപോലെ 5 മണിക്ക് എണീറ്റു. ഇന്നലെ എൻ്റെ മോളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇന്ന് യൂഷ്വലായിട്ട് അവൾക്ക് റെഗുലർ ക്ലാസ് ഉണ്ട്, ഒരു 15 ഡേയ്സ് ബ്രിഡ്ജ് കോഴ്സ് എന്ന്. പക്ഷേ അവൾ ഇന്നലെ പറഞ്ഞു ഞാൻ ഒരു ദിവസം ലീവ് എടുത്തോട്ടെ എന്ന്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞതല്ലേ, അവളെ നിർബന്ധിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാനും ഓക്കെ പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല. ഞാൻ 5 മണിക്ക് എണീറ്റു, വിളക്ക് കത്തിച്ചു, ഇതാ കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് പുട്ട് വയ്ക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഇന്നലെ രാത്രി തന്നെ ഞാൻ പെരുംപയർ വെള്ളത്തിയിട്ടിരുന്നു. മാത്രമല്ല പിള്ളേർക്ക് സ്നാക്സിന് വേണ്ടി വേറൊരു പയറും കൂടെ വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതെൻ്റെ കിച്ചണിൽ ഇന്നലെ എൻ്റെ മോൾ എനിക്ക് വേണ്ടി എഴുതിയ ഒരു ലെറ്ററാണ്. അത് കാണണോ? യു ആർ മൈ ലൈഫ് ആൻഡ് വേൾഡ് ഫോർ അമ്മ ഓപ്പൺ എന്നൊക്കെ എഴുതിയിട്ട് ഇന്നലെ രാത്രി തന്നതാണ്. അവളിവിടെ വച്ചു, അതങ്ങനെ ഇരിക്കുകയാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഡെയിലി ഓരോന്ന് എഴുതി അച്ഛനും അമ്മയ്ക്കും അവളെ ചേട്ടനും ഒക്കെ കൊടുക്കാറുണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക്. നന്നായിട്ട് കളർഫുള്ളായിട്ടൊക്കെ ഡ്രോയിങ് ഒക്കെ ചെയ്യും. ഇതാണ് സ്നാക്സിന് വേണ്ടി വെച്ചിരുന്ന പയർ. എനിക്ക് ഇതിൻ്റെ കറക്റ്റായ പേരറിയില്ല, രാജ്മ അല്ല, വേറെ എന്തോ ആണ്. അപ്പോൾ ഇത് വേവിച്ച് വെറുതെ ഉപ്പ് ഇട്ട് കുറച്ച് തേങ്ങ എങ്ങാനിട്ട് കൊടുക്കും. ഇത് പുട്ടിന് വേണ്ടിയുള്ള പെരുംപയർ. ഞാൻ ഈ 2 പയറും ഒരേ കുക്കറിലിട്ട് 2 പാത്രങ്ങളിലായിട്ട് വെച്ച് അറ്റ് എ ടൈം വേവിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് പതിവ്. ഇപ്പം 3 സൈസ് ഐറ്റം ഉണ്ടെങ്കിൽ ഓരോ കുട്ടി കുട്ടി പാത്രങ്ങളിലായിട്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് എല്ലാം ഒരേ സമയത്ത് അങ്ങ് ഞാൻ വേവിച്ചെടുക്കും. തലേന്ന് രാത്രി തന്നെ സ്റ്റൗവൊക്കെ നല്ല നീറ്റായിട്ടൊന്ന് തുടച്ചിട്ട് അതിൻ്റെ സ്റ്റാൻഡില്ലേ, കുക്ക് ചെയ്യാനുള്ള ആ കുക്കിംഗ് സ്റ്റാൻഡ്, അതൊക്കെ ഞാൻ മാറ്റി വയ്ക്കാറാണ് പതിവ്. എനിക്ക് അതിൻ്റെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും. സോ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടച്ച് കഴിഞ്ഞ് ഞാൻ മാറ്റി വയ്ക്കും. പക്ഷേ ചേട്ടൻ കാണുകയാണെങ്കിൽ അതിനെയൊക്കെ എടുത്ത് അതാത് സ്ഥലങ്ങളിൽ വീണ്ടും എടുത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കും. എനിക്കെന്തോ അത് അവിടെ ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ഭംഗിയായിട്ട് തോന്നുന്നുള്ളത്. അങ്ങനെ ഞാൻ പയറും വേവിക്കാൻ വെച്ചു, കൂടെ കുടിവെള്ളത്തിനും വെച്ചു. പിന്നെ പുട്ടിന് വേണ്ടി ചമ്പാ പുട്ടാണ്. യൂഷ്വലായിട്ട് മാവ് പൊടിച്ചാണ് വയ്ക്കാറുള്ളത്. ഇപ്പം അതങ്ങനെ തീർന്നു. അത് കാരണം എമർജൻസി ആയിട്ട് കുറച്ച് ചമ്പാ പുട്ട് മാവ് വാങ്ങി അത് തന്നെയാണ് പുട്ടിന് എടുക്കുന്നത്. മോൾക്ക് സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ തലേന്ന് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കതിനോട് അത്ര യോജിപ്പില്ല. വെജിറ്റബിൾസ് അറ്റ് എ ടൈം കട്ട് ചെയ്യുന്ന, കുക്ക് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് കട്ട് ചെയ്യണം, അതാണ് എനിക്ക് മാക്സിമം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കണമെന്നുള്ളൊരു താല്പര്യം ഉള്ളത് കൊണ്ട് കുറച്ച് കോവക്കയും പിന്നെ കോളിഫ്ലവറും കൂടെയൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു. സോ കുക്കിംഗ് കുറച്ച് എളുപ്പമാവും. ഒഴിക്കാൻ എന്തെങ്കിലും ഒരു രസം വയ്ക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്ക മെഴുക്കുരട്ടിയും ഈ കോളിഫ്ലവർ വെച്ചൊരു പൊരിയൽ പോലെ, നമ്മുടെ തോരൻ എന്ന് പറയില്ല, അങ്ങനെ അത് വെച്ചിട്ട് ഒരു രസം വയ്ക്കാം. പിന്നെ പിള്ളേർക്ക് മുട്ട ഉണ്ടാവും, മുട്ട വേവിച്ചോ ഓംലെറ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. നോൺ വെജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുട്ട മാത്രം തന്നെയാണ്. 41 ദിവസം വ്രതം കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ ഇപ്പം നമ്മുടെ അടുത്ത് നോൺ വെജ് ആയിട്ടൊന്നും വേണ്ട, മീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം, പക്ഷേ ചിക്കനോ മട്ടനോ ഒന്നും വേണ്ട, നമുക്കത് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ള അഭിപ്രായത്തിലാണ്. അപ്പോൾ ചേട്ടൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ വേണമെന്ന് വാങ്ങിച്ചു തരാൻ പറയാനൊരു മടിയായിരിക്കുകയാണ്. പറഞ്ഞാലൊക്കെ വാങ്ങിച്ചു തരും, ഞാനെങ്കിലും അതിനെ കമ്പൽ ചെയ്തില്ല. ശരി, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള നോക്കാം. ഇപ്പോൾ കേരളത്തൊക്കെ പറവക്കാച്ചൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അത് കാരണം തൽക്കാലത്തേക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുടിവെള്ളത്തിന് ഞാൻ ഓരോ ദിവസവും ഓരോ ഫ്ലേവറാണ് കൊടുക്കാറുള്ളത്. ചിലപ്പോൾ ഗ്രാമ്പൂ ഇടും, ചിലപ്പോൾ ജീരകം ഇടും, ചിലപ്പോൾ ഈ നമ്മുടെ രാമച്ചമില്ലേ, ഞാൻ ഇന്നിടാൻ പോകുന്ന രാമച്ചമാണ്. തമിഴിൽ വെട്ടിവേരെന്ന് പറയും, നല്ല മണമായിരിക്കും. സർബത്തിലൊക്കെ ഇടില്ലേ, ആ ഒരു കൊച്ചു കുട്ടികളെ കുളിപ്പിക്കുന്ന അതൊരു സോപ്പില്ലേ, പിയേഴ്സിൻ്റെയൊക്കെ ഒരു മണം വരില്ലേ, അത് രാമച്ചം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നാട്ടുമരുന്ന് കടകളിലൊക്കെ കിട്ടും. അത് കുറച്ചിങ്ങനെ ഇട്ടാൽ മതിയാവും. ഒരു തുണിയിൽ ഇങ്ങനെ കിഴി കെട്ടി പാത്രത്തിൽ ഇടാനാണ് പറയാറുള്ളത്. ഞാൻ അതൊന്നും പോകാറില്ല, വെറുതെ അങ്ങ് കട്ട് ചെയ്തിടും. വെള്ളം കുടിക്കുമ്പോൾ അങ്ങ് ഫിൽറ്റർ ചെയ്ത് കുടിച്ചാൽ മതി. തുണിയൊന്നും അങ്ങനെ കിഴിയൊന്നും കെട്ടി ഇടാറില്ല. നല്ല ഫ്ലേവറാണ്. വെള്ളം കുടിക്കുകയാണെങ്കിൽ കുടിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും ചെറു ചൂടോടെ. അപ്പോൾ അതിന് ഇടയ്ക്ക് ചേട്ടൻ പൂജയൊക്കെ കഴിഞ്ഞ്, ഞാൻ വിളക്ക് കത്തിച്ചു, തൊഴുതിട്ട് വന്നു, അത്ര തന്നെയാണ്. ചേട്ടനാണ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പഴവും കൊണ്ട്, അതായത് കഴിച്ചിട്ട് നിൽക്കി, ഞാൻ തോലൊക്കെ ഇളക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട്. ശരി, അതിനെ നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ചു. പിള്ളേർ എണീറ്റിട്ടില്ല. പിന്നെ ചേട്ടൻ എനിക്ക് അന്നത്തേക്ക് ആവശ്യമായ തേങ്ങയൊക്കെ തിരുവി തന്നു. ഇത് ആക്ച്വലി മോൻ്റെ പണിയാണ്, എങ്കിലും അവൻ ഇന്നലെ രാത്രി കിടക്കാൻ ലേറ്റായത് കാരണം അവനെ ശല്യം ചെയ്തില്ല. അപ്പോൾ അത് ചേട്ടൻ ചെയ്യും. തേങ്ങ തിരുവണ്ണ മാത്രമല്ല, കുക്കിങ്ങിൽ വിദഗ്ധനാണ്. അതായത് എഴുതാനും, കഥകൾ എഴുതാനും പറയാനൊന്നും മാത്രമല്ല,
കുക്കിങ്ങിലും വിദഗ്ധനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മളൊരു ഹോട്ടൽ ഇടുകയാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു ഹോട്ടൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് വിജയിച്ചു വരുന്നു. കാരണം അത്ര ടേസ്റ്റ് ആയിരിക്കും ചേട്ടൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. പക്ഷേ അതിൽ ചേർത്ത ഐറ്റംസൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പറയില്ല, എന്തോ തോന്നി ഞാൻ അതൊക്കെ ചേർത്തു, പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്ന് നന്നായിട്ട് വരും. അത്രയ്ക്ക് ഒരു കൈപ്പുണ്യമുള്ള ആളാണ്. നമ്മുടെ രണ്ടുപേരുടെയും ചായ ഇതുവരെ ഇട്ടില്ല. ശരി, കോവയ്ക്ക ഒന്ന് ചീനിച്ചട്ടിയിൽ ആക്കിയിട്ട് അതങ്ങനെ ലോ ഫ്ലെയിമിലിരുന്ന് വേകുന്ന സമയത്ത് ചായ ഇടാന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും അങ്ങനെ ചായ കുടിക്കാതിരിക്കുകയാണ്. പക്ഷേ രാവിലെ എണീറ്റിരുന്ന ആ ഒരു വെള്ളം കുടിച്ചില്ലെങ്കിൽ അതെനിക്ക് ഒരുമാതിരിയാണ്. ഈ സമയത്തൊക്കെ, അതായത് ഈ മാസങ്ങളിൽ വെയിലല്ലേ, 6 മണിയൊക്കെ ആകുമ്പോഴേ നല്ല വെട്ടം വരും കേട്ടോ. 6-6:30 ആയി കഴിഞ്ഞാൽ വീടിനകത്ത് കിച്ചണിലുള്ള വെട്ടം കണ്ടോ, നല്ല വെട്ടമാണ്. ഞാൻ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, എന്നാലും അതില്ലാതെ നിൽക്കാം. പക്ഷേ അത് ഇട്ടില്ലെങ്കിൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വന്ന് ഗ്ലെയർ അടിച്ചുകൊണ്ടിരിക്കും സൺലൈറ്റ്. അത് കാരണം ഞാൻ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. കുറച്ച് പുതിന എല്ലാം എടുക്കണം. വെളിയിലിറങ്ങിയപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. രാവിലത്തെ എൻ്റെ പ്രഭാതം കണ്ട ഒരു സൈഡ് അങ്ങനെ ഒരു റോസ് കളറിലിരിക്കുകയാണ് ആകാശം. ഇവിടെയൊക്കെ നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അന്ന് കണി കാണുന്ന മല ഇതാണ് കേട്ടോ. രാവിലെ എണീറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ദൂരെ? ഞാൻ ഇന്നത് കാണുന്നത് ശിവൻ്റെ തലയായിട്ടാണ്. ഇങ്ങനെ വകുപ്പൊക്കെ എടുത്ത് 2 സൈഡ് ഇങ്ങനെ കോതി വയ്ക്കില്ലേ മുടി, അതുപോലെ ഒരു ഇത് കണ്ട പോയിന്റ്. അങ്ങനെ കണ്ടാണ് ഞാൻ എന്നും തൊഴുന്നത്. ഇന്നലെ മുഴുവനും ഇവിടെയായിരുന്നു പണി. ഇവിടെ ഇരുന്ന പുഴുനിക്കയുടെ എല്ലാം മാറ്റിയിട്ടാ വള്ളികൾ ക്ലീൻ ചെയ്തു. അതൊന്നും എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് പോയി പുതിന ഇല എടുത്തിട്ട്, പുതിനയുടെ ഇലയൊക്കെ ഒന്ന് കുറഞ്ഞ്, പുതിന ഇല വെള്ളത്തിന് ചായക്ക്, എനിക്കും ചേട്ടനുള്ള ചായക്ക്. ഇപ്പോൾ ഇതാ ഇവിടെ കുറച്ച് നട്ടിട്ടുണ്ട്, തൽക്കവും നോക്കാം. രാവിലെ തല കൂടെ കെട്ടാൻ സമയം കിട്ടിയില്ല. ഇതിന് പാക്കിംഗ് ഒക്കെ ആയതിന് ശേഷം തന്നെയാണ് തല കെട്ടണം. വാഴയുടെ മൂടൊക്കെ ഒന്ന് ക്ലിയർ ആയപ്പോൾ ഒരു സുഖമുണ്ട്, കാണാനൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെമ്പരത്തി. ഇത് രാവിലെ ഇങ്ങനെ ഇതൊരു 7-7:30 ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വിരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ സ്വാമിക്ക് വയ്ക്കുന്നത് കുറച്ച് ലേറ്റാവും. രാവിലെ എൻ്റെ ഈ 5 മണിക്കുള്ള വിളക്ക് കത്തിക്കുന്ന സമയത്തൊന്നും ഇത് വിരിഞ്ഞ് കിട്ടില്ല. തലേന്ന് പറിച്ച് വെള്ളത്തിടാമെന്ന് വിചാരിച്ചാൽ അപ്പോഴും വേസ്റ്റായിട്ടുണ്ട്, പൂവ് അങ്ങനെ ഇതായിട്ടില്ല. പക്ഷെ ഇന്ന് കുറേ ഉണ്ട് കേട്ടോ, 20-ൽ കൂടുതൽ പൂക്കളുണ്ട് ഇതിപ്പം. ശരി, നേരമായി ചായ ഇടാൻ പോകണം. അതിനിടയിൽ മോൻ എണീറ്റ് വന്നു. അപ്പോൾ അവനും നമ്മുടെ ചായ മതി എന്ന് പറഞ്ഞു. യൂഷ്വലായിട്ട് ഞാൻ അവന് റാഗി പൗഡറാണ് ഇങ്ങനെ കൂഴ് പോലെ കാച്ചി കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് 3 പേർക്കുള്ള ചായ റെഡിയായി. ഒപ്പം പുട്ടും റെഡിയായി. പുട്ടിനുള്ള കടലക്കറിയല്ല, ഞാൻ യൂഷ്വലായിട്ട് എന്നും കടലക്കറി, വലിയ ചുണ്ടലില്ലേ, അതാണ് വയ്ക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഈ പെരുമ്പയർ വെച്ചത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെരുമ്പയർ വെച്ചുള്ള കറി. ഞാൻ പെരുമ്പയർ വെച്ച് പുളിക്കുഴമ്പെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂഷ്വലായി ചെയ്യാറുള്ളത്, പുളിയൊക്കെ ചേർത്തിട്ട്. പക്ഷേ ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പെരുമ്പയർ വെച്ച് ഞാൻ യൂഷ്വലായി ചെയ്യാറുള്ളത് ഒരു തോരൻ വയ്ക്കാറുണ്ട്, ഇല്ലെങ്കിൽ പിള്ളേർക്ക് ഇങ്ങനെ വേവിച്ച് തേങ്ങയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ആ പുളിക്കുഴമ്പ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ പുട്ടിന് ഈ പെരുമ്പയർ വെച്ച് കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പറായിരിക്കും. നമുക്ക് നല്ല സൺലൈറ്റ് ആയത് കാരണം ഈ ലൈറ്റ് മതി എന്ന് പറഞ്ഞ് ചേട്ടൻ ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ട. അപ്പോൾ ഒരു ഡിമ്മായി. നല്ല വെട്ടമുണ്ട് ആക്ച്വലി, പക്ഷേ അവിടെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ കറക്റ്റ് എൻ്റെ കണ്ണിലടിക്കുമ്പോൾ എന്നെ ഞാൻ കുനിഞ്ഞാണ് നോക്കണം. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ബാക്കിയിരുന്ന മാവിനെ ഞാൻ വേഗം പുട്ടുകുഴലിലോട്ട് ഇട്ട് പുട്ട് വേവിച്ചു. പിന്നെ തോരന് ഞാൻ അരച്ചിടാറില്ല. ചിരകിയ തേങ്ങ, പിന്നെ കുറച്ച് വെളുത്തുള്ളിയെ ചതച്ചിടും, അത്ര തന്നെയാണ്. അത് യൂഷ്വലായിട്ട് എല്ലാ തോരനും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ ചോറുമായി രസവുമായി, അതൊന്നും വീഡിയോയിലാക്കിയിട്ടില്ല.
എനിക്ക് രാവിലെ ആരെങ്കിലും ഒന്ന് ഇത് തേങ്ങ ചിരകാനും ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മതിയാവും. രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും. മുട്ട എന്ത് ചെയ്യണമെന്നുള്ളത് ഉച്ചയ്ക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങ് വിട്ടു. പിന്നെ ഞാനും ചേട്ടനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചേട്ടൻ തലേന്ന് 4 മണിക്കുള്ള ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചിട്ടിരിക്കുകയാണ്. സോ 8 മണിക്ക് മുമ്പേ വയറ് വിശക്കും. 2 നേരത്തെ ആഹാരം ആയത് കാരണം ചേട്ടന് രാവിലെ 8 മണിക്ക് മുമ്പൊക്കെ ആഹാരം വേണം. ഞാൻ ആഹാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നലെ തന്നെയാണ് ഞാൻ കുറച്ച് കൂരവ് മാവ് റാഗി ഇല്ലേ അത് വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. 2 കിലോ കൂരവ് വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. പിള്ളേർക്ക് രാവിലെ റാഗി കൂഴ് കൊടുക്കാനുള്ളതാണ്, തീർന്നു പോയി. അപ്പോൾ അതിന് ഇനി കുറച്ച് നല്ല വെയിലല്ലേ, നമുക്ക് വെയിൽ എങ്ങനെയെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്യണ്ടേ. നമ്മൾ മാത്രം വെയിൽ കൊണ്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ അല്ലേ. ഇത് ഇന്നലെ ഞാൻ 4-5 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാനിട്ടതാണ്. നല്ല അഴുക്ക് കാണും കേട്ടോ ഈ പൂരവ് മാവിൽ. ഇപ്പോഴും നല്ല വെയിൽ, മണി 8 ആയതേ ഉള്ളൂ. കണ്ട, മണി 8:10, 8:10 ആയില്ല. പക്ഷേ ഇപ്പോഴേ ഇത്ര വെയിലാണ് കേട്ടോ. അത് കാരണം ഇപ്പോഴേ ഞാൻ കൊണ്ടിടാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാല് വയ്ക്കാൻ പറ്റില്ല. കാണാം വീടിനകത്തുള്ള വെട്ട, 8 മണിക്ക് വീടിൻ്റെ അകത്തുള്ള വെട്ട. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ശരി, നമുക്കിതിനൊന്നും കൊണ്ട് വെച്ചിട്ട് വരാം. നേരത്തെ തുണി കൊണ്ട് വിരിച്ചിട്ടുണ്ട്. ഇപ്പോഴേ വെയിലിങ്ങനെ, നിങ്ങൾക്കത് വീഡിയോ കൂടെ മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പം ഇവിടെ കാല് വയ്ക്കുകയാണെങ്കിൽ, ചെരുപ്പില്ലാതെ നിൽക്കുകയാണെങ്കിൽ കാല് പൊള്ളിപ്പോവും. ഓക്കെ, അപ്പം ഞാൻ ഇത് ഇട്ടിട്ട് കാണിക്കാം. തുണി ആയത് കാരണം വെള്ളമൊക്കെ അങ്ങ് വാർന്ന് പൊയ്ക്കോളും പെട്ടെന്ന്. കൂരവിനെ വിരിച്ചിട്ട് വന്നിട്ട് ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലത്തെ വെള്ളങ്ങളൊക്കെ അങ്ങനെ ചെടികളുടെ ചെടികളൊക്കെ അങ്ങനെ വാടി നിൽക്കുകയല്ലേ. വൈകുന്നേരം മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കഞ്ഞിവെള്ളത്തിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ചെടികളിൽ മൂട്ടിൽ ഒഴിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് വിഷ്ണുമായി എണീറ്റ് വന്നത്. പിന്നെ അവളെ കുറേ നേരം ഈ കൂരവിനെ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാക്കകളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോവില്ലേ, അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നോ, നിനക്ക് ഞാൻ ചായ ഇട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചായ ഇട്ട് കൊണ്ട് കൊടുത്തു. അവൾ നമ്മളെപ്പോലെയൊന്നും അല്ല. ചായ എന്ന് പറഞ്ഞാൽ പാൽ ചായ തന്നെ കുടിക്കുകയുള്ളൂ. അത് എത്ര പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ ഒരു നിർത്തുന്ന പരിപാടിയില്ല. ഇനി അവൾക്ക് സ്വയം ബുദ്ധി വന്ന് അവളായിട്ട് മാറ്റണമെങ്കിലേ ഉള്ളൂ. രാവിലെ അവളെ മൂഡിനെ സ്പോയിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും ശരി പാൽ ചായ തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ നടയിലിരുന്ന് ഒന്നും കഴിക്കാൻ പാടില്ല, വെള്ളമൊന്നും അങ്ങനെ ഇരുന്ന് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കഴിച്ച് അവിടെ ഊഞ്ഞാലിൽ പോയിരുന്ന് വെള്ളം കുടിക്കാൻ പോയി. അവൾ ചായ കുടിക്കുന്ന നേരം വരെയെങ്കിലും ഞാൻ അവിടെ നിൽക്കാന്നുള്ളതിൽ ഞാൻ അവിടുത്തെ ചെടികളും കൊടികളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം അവിടെ ആളുണ്ടാവണം, അല്ലെങ്കിൽ നിറയെ കിളികളുണ്ട്. കാക്കകൾ മാത്രമല്ല, ഇഷ്ടത്തിന് കിളികളുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഷോൾ എടുത്ത് എൻ്റെ പുറത്തോടെ അങ്ങ് ഇട്ടു. 2 കല്ലും കൂടെ അങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തത് അങ്ങനെ നന്നായി ഉണങ്ങി കിട്ടി. ഇതെൻ്റെ തെറ്റിച്ചെടിയാണ്. നല്ല പൂത്ത് നിൽക്കുന്നത്. എൻ്റെ കളർ നല്ല കളർഫുള്ളാണ്. സാധാരണ കളറല്ല ഇത് കേട്ടോ. നമുക്ക് ഇതിൽ കാണുമ്പോൾ, അതായത് സാധാ തെറ്റിക്ക് ഇത്ര കളറില്ല, ഇത് വന്ന് കടും തെറ്റിയാണ്. പിന്നെ ഇതുണ്ട് എൻ്റെ പിച്ചിച്ചെടി. പിച്ചിയും ആവശ്യത്തിന് പൂ തരണുണ്ട്. ഇപ്പോൾ എനിക്ക് വിളക്കിൽ വയ്ക്കാനുള്ള പൂവൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതുവരെ പറിച്ച് തലയിലൊന്നും അങ്ങനെ കെട്ടി വെച്ചിട്ടില്ല, അതിനുള്ള നേരമൊന്നുമില്ല. എങ്കിലും എനിക്ക് ഒരു പിടി പൂവൊക്കെ കിട്ടാറുണ്ട്. വൈകുന്നേരങ്ങളിലാണ് പറിക്കുന്നത്. പിന്നെ ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കീരച്ചെടിയാണ്. അവിടെ നിറയെ കീര ഇങ്ങനെ താനേ തിളുത്ത് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അവിടെയും നടാൻ സ്ഥലമില്ല, എല്ലാം ഇൻ്റർലോക്ക് ആയത് കാരണം. പിന്നെ ഞാൻ കുറേ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ ചെടിച്ചട്ടി ായിട്ട് ഇങ്ങനെ ഈ ഗാർബേജ് അല്ലല്ലോ, ഗ്രോ ബാഗുകളിലായിട്ട് ഇങ്ങനെ ഞാൻ വെച്ചു. ഈ കാണുന്ന തക്കാളി ചെടി ഇത് ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിളുത്ത് വന്നതായിരുന്നു കേട്ടോ. ഞാനപ്പോൾ വേര് പൊട്ടാറ് ഞാൻ എടുത്ത് ഈ ഗ്രോ ബാഗിൻ്റെ അകത്ത് നട്ടതാണ്. ഇപ്പോൾ ഇതാ നല്ല കായ് കിട്ടി. എനിക്ക് 3 കായ് പറിച്ചു ഞാനിതിൽ ആൾറെഡി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമാണല്ലേ ഇതൊക്കെ.
ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ നിന്നിരുന്നെങ്കിൽ ഇത്ര വലുതാവില്ലായിരുന്നു. അങ്ങനെ കുറേ ചെടികളൊക്കെ അങ്ങനെ ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ്. പക്ഷേ ഇന്നും പേരറിയില്ല. അറിയാമായിരുന്നു, അത് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യണം. പിന്നെ കായ്ക്കാത്ത ഒരു പേര 2 പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്, പക്ഷേ അതിനുശേഷം ഒന്നും പോയിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോഴുണ്ട് ഇതിൽ വീണ്ടും 2 കാ നിൽക്കുകയാണ് അതിശയമായിട്ട്. വളർന്ന് വരികയാണെങ്കിൽ കൊള്ളാം. അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്, അങ്ങ് തോട്ട പോലെ. അങ്ങ് ചെടിയുടെ കൊമ്പിനെ അങ്ങ് താത്ത് പിടിച്ചപ്പോൾ വീണ്ടും 2 കായ കണ്ടു. ഇതൊക്കെ വളർന്ന് കിട്ടിയാൽ കൊള്ളാം. കുറച്ച് ചോലയാണ്, അങ്ങപ്പുറത്ത് റബ്ബർ മരമാണ്. സോ ഇത് എത്രത്തോളം വളരുമെന്ന് അറിയില്ല, നോക്കട്ടെ. പക്ഷെ അതിൻ്റെ കായ നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ വെള്ളയാണ് കേട്ടോ. അങ്ങ് ഫ്രണ്ടിൽ വേറെ ഒന്നുണ്ട്, അത് ചുവപ്പാണ്. അതിലും 4-5 കായ നിൽക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു നിങ്ങൾക്ക്. പക്ഷെ ഇത് നല്ല വെള്ളയാണ്, കുഴപ്പമില്ല, കൊള്ളാം. നല്ല മധുരമായിരുന്നു ആദ്യം കിട്ടി 2 ആദ്യം കിട്ടിയ 2 പഴവും ഞാൻ നമ്മളെ വീട്ടിലെ ഗണപതിക്ക് വച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴിച്ചത്. അത് കാരണം തീർച്ചയായിട്ടും ഇനിയും നിറയെ കായ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പിച്ചിച്ചെടി, ഇതിനെ നല്ലൊരു ഷേപ്പിലാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. നോക്കണം, ഇനി പുറത്തു നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ഇതിനൊരു ഷേപ്പായിട്ടൊന്ന് വളച്ചെടുക്കണമെന്നുണ്ട്. പിന്നെ എനിക്കിവിടെ ഒരു താമരപ്പൂ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു കെയറും ഇല്ല, വെറുതെ തൊട്ടിയിലങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കിഴങ്ങുണ്ടായിരുന്നു തോന്നുന്നു. താനേ തിളിർത്ത് വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇലകൾ വരും. അപ്പം അങ്ങനെ ഒരു പൂ വന്നു. 2 ദിവസം കൂടെ കഴിയുമ്പോൾ എനിക്കിത് എൻ്റെ വീട്ടിലെ മഹാലക്ഷ്മിയുടെ വിഗ്രഹത്തിൽ വെക്കാൻ വേണ്ടി കിട്ടും. അതൊരു സന്തോഷമുണ്ട്. പിന്നെ മീൻകുളത്തിൻ്റെ ഇത് കണ്ടോ, അതിൻ്റെ ഒരു ചേല്, അതിനെയും തിരിഞ്ഞു നോക്കാൻ സമയമില്ല. വെള്ളം അങ്ങനെ കറുത്ത് കിടക്കുകയാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ചക്ക വീട്ടിൽ ഇരിക്കുന്ന ഓർമ്മിച്ചു. പിള്ളേർക്ക് ചക്ക വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ചേച്ചി തന്നതാണ്, ഒരു പാതി ചക്ക. അവൾ ഒരു മുഴുവൻ ചക്ക തരാമെന്ന് പറഞ്ഞു. വേണ്ട, ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇതില്ല. എനിക്ക് മാത്രം തന്നെയാണ് ചക്കയോട് മോഹം. പിള്ളേർക്കും കഴിക്കും, പക്ഷേ ഞാൻ വയററിയാതെ കഴിച്ചു പോകും കേട്ടോ. അങ്ങനെയാണ്. അപ്പം അത് കാരണം പറഞ്ഞ് വാങ്ങിച്ചു പാതി ചക്ക മതിയെന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. അത് ചക്ക അയത്തയത്ത് കൂടുതൽ എൻ്റെ വായിൽ തന്നെയാണ് പോയത്. ബാക്കിയുള്ളതിനെയൊക്കെ പിള്ളേർക്കും അച്ഛനുമായിട്ടൊക്കെ, അത് ചേട്ടനുമായിട്ടൊക്കെ കൊടുത്തു. അച്ഛനും മോനും ഒക്കെ ആണെങ്കിൽ അവരെവിടെ ഇരിക്കണോ അവിടെ കൊണ്ടു കൊടുക്കണം. പക്ഷെ മോൾ അങ്ങനെയല്ല, അവളെ വിളിച്ചാൽ വരും. അവൾ അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്കപ്പണിയും കഴിഞ്ഞ് വീട് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പോയി കിടന്നപ്പോഴാണ് കിച്ചണിൽ ഒരു സൗണ്ട് കേട്ടു. എന്തോ പാത്രങ്ങളൊക്കെ പടപടാ താഴെ വീഴുന്ന സൗണ്ടൊക്കെ കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ് വിഷ്ണുമായ ജ്യൂസ് ഇടുകയാണ്. അവൾക്ക് ഇങ്ങനെ തന്നെയാണ് ലീവ് സമയങ്ങളിൽ. എനിക്ക് ഇവിടെ കിച്ചൺ അടച്ചിടാനും പറ്റില്ല, ഓപ്പൺ ആയത് കാരണം. അവൾക്ക് തോന്നും പോലെ അവൾ എപ്പോഴും ലെമൺ ജ്യൂസും മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കത്തിയൊക്കെ എടുക്കുമ്പോൾ അതൊരു പേടിയാണ്. വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് അവൾക്ക്. സോ ഇന്ന് ലീവ് വിട്ടത് എൻ്റെ അബദ്ധമായി എന്ന് തോന്നുന്നു. പിന്നെ ഞാനും കൂടെ പോയെന്ന് ഹെൽപ്പ് ചെയ്തു. അവൾക്കതൊരു വീഡിയോ പോലെ എടുക്കണമെന്നുള്ള രീതിയിൽ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ക്യാമറയും കൊണ്ട് പോയല്ലോ, അപ്പോൾ അതിനൊപ്പം അവളങ്ങ് അനുകരിക്കുകയാണ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു നാരങ്ങ നാരങ്ങ നെല്ലിക്ക വെള്ളമാണ് ഇട്ടിങ്ങനെ. സോ നെല്ലിക്ക അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കാന്താരി, പിന്നെ ഒരു ഇഞ്ചി, ഉപ്പ് കല്ലുപ്പ്, അതെല്ലാം. പിന്നെ ഒരു വെള്ളമോ പിന്നെ വെള്ളം ഒഴിച്ചു. ഇനി അടച്ചു വെക്കണം. പിന്നെ ഐസ് ക്യൂബും നിർബന്ധമാണ്. വേണമെങ്കിൽ ഈ ഇടത് കൈയും വലത് കൈയും കൊണ്ടൊക്കെ തൊടാതെ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. സോ നമ്മളിപ്പം ഐസ് ക്യൂബ് ഒരു പാത്രത്തിലിട്ടുണ്ട്. പിന്നെ നമ്മൾ നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇട്ട് ശരി, ഇതിനങ്ങോട്ട് എടുത്ത് ഒഴിക്കേ. ഇനി ജ്യൂസിന് അതിലല്ല, എല്ലാം ഞാൻ ചെയ്യണം. വല്ലത് അറിയാമോ? അതുമില്ല. ഐസ്ക്രീമിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ റെഡ് കളർ വരാൻ കാരണം ചെറിയൊരു ചുവന്ന മുള വരച്ചത് കാരണമാണ്. നിൽക്കി കുറച്ചുകൂടെ തരാം. ഒരു ഗ്ലാസ് കൂടെ തരാം. ഇനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ
ഇപ്പം താഴെ വീഴല്ലേ? നിക്ക്. ഇടയ്ക്ക് അങ്ങ് നനഞ്ഞോളാം ഡ്രസ്സൊക്കെ. അതിന് വെള്ളം പിടിച്ചത് ഉള്ള തറയിലാണ് എടുത്തൊഴിക്കണതെല്ലാം. രണ്ട് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിക്കേ. 2 പ്രാവശ്യം മതിയാവും. അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉപ്പും പുളിപ്പൊക്കെ. അത് ഐസ് ക്യൂബ് അല്ലേ? പെട്ടെന്ന് നീക്കേ കൊള്ളാമോ നോക്കട്ടെ ഞാൻ. മധുരണ്ടാ നോക്കട്ടെ. കുടിക്കാനേ പോണേ. അങ്ങനല്ലല്ലോ, ഫസ്റ്റ് ഗണപതിക്ക് നിക്കേ. ഗണപതി ശരി, ഓക്കെ. ഉപ്പിന്റെ ഒരു കുറവുണ്ട്, ആണെങ്കിൽ ഇടാം. എനിക്ക് മതിയാവും. ഡ്രസ്സൊക്കെ നനഞ്ഞു വിഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒന്ന് തരൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.